ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂസ് പേപ്പർ ക്യാൻവാസ് പെയിന്റിംഗ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. പെയിന്റിങ്ങും അല്ലെങ്കിൽ ഡ്രോയിങ്ങും ഒന്നും അറിയാത്തവർക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ പഴയൊരു ന്യൂസ് പേപ്പർ, ഒരു കാർഡ്ബോർഡ്, പിന്നെ ബ്ലാക്ക് കളറിലെ ഒരു സ്കെച്ച് പെൻ, ഇത്രയും മാത്രം മതി നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. സ്കെച്ച് പെന്നിന് പകരം നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒന്നും കൂടിയും ഒന്ന് കനായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇനി വേറെ കുറച്ച് ന്യൂസ് പേപ്പറിന്റെ പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കളറൊന്നും ഇല്ലാത്ത, അപ്പം നമ്മുടെ ന്യൂസ് പേപ്പറിലാണെങ്കിൽ കുറേ പരസ്യങ്ങളും കുറേ കളറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇല്ലാത്ത ഭാഗം നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ കാർഡ്ബോർഡിൽ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫെവിക്കോള്, 2 ടീസ്പൂൺ ഫെവിക്കോൾ ആണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം, ആ ഒരു റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പേപ്പർ എല്ലാം ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഔട്ട്ലൈൻ ആദ്യം വരച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് പെന്നോണ്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സ്കെച്ച് കൊണ്ട് തന്നെ നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇപ്പം സ്കെച്ച് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പെയിന്റ് കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ രണ്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. പെയിന്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ഷൈനിങ്, ഒരു തിളക്കം ഉണ്ടായിരിക്കും കേട്ടോ, നമ്മൾ സ്കെച്ച് വെച്ച് ചെയ്യുന്നതിനെ അപേക്ഷിച്ച്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫ്രെയിം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ ബോർഡറായി വരുന്ന ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ന്യൂസ് പേപ്പർ ക്യാൻവാസ് പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമ്മുടെ വാൾ ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാനായിട്ട് അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നമുക്കതിന് അധികം ചിലവൊന്നുമില്ല, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വരയ്ക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ട്രേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാർബൺ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് കൂട്ടുകാർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സ് ആണ്. നമ്മുടെ ക്രാഫ്റ്റ് കണ്ടിട്ടും അല്ലാതെയും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അയച്ചു തരേണ്ട മെയിൽ ഐ ഡി ഞാനിവിടെ സൈഡിലായിട്ട് കൊടുക്കാം. ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ലിങ്കും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേക്കും വേണമെങ്കിൽ അയച്ചു തരാം കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.